വിഷയം നടക്കുന്നത് അങ്ങ് മംഗലാപുരം ഭാഗത്താണ്. വീട്ടിലും നാട്ടിലും സംഘടനയിലും എല്ലാം മുൻപന്തിയിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിന്നിരുന്ന കുട്ടികളോട് ആത്മഹത്യ പാപമാണെന്ന് പഠിപ്പിച്ചിരുന്ന ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് കാരണം? ഉസ്താദിന്റെ വോയിസ് കേട്ടോ. നോക്കുക എന്തായിട്ട് ലോണ്ടത് നിങ്ങൾ ലോൺ കിട്ടിയിട്ടുണ്ടല്ലേ, അങ്ങനെ പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡേറ്റിൽ 6,83,000 രൂപ 83,418 രൂപ ನಾನು ಬೆರ್ತಿ ಇങ്ങനെ കേട്ട എത്ര ശമ്പളം കേൾക്കുന്നുണ്ടല്ലോ ഉസ്താദുമാരുടെ ശമ്പളം പോകുന്ന ശമ്പളം അതിലെടുക്കാൻ വിചാരിച്ചില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോൺ എടുത്തിരുന്നു. ആ ലോണ് ഒരുപാട് അടച്ചടച്ച് അവസാനം ഇനി എത്രയുണ്ട് എന്ന് പോയി നോക്കുമ്പോൾ ഇനിയും ഉണ്ട് ഒരുപാട് അടക്കാൻ. അത് അടക്കാൻ കഴിയില്ല എന്നൊരു പ്രതീക്ഷ, എല്ലാ പ്രതീക്ഷകളും കൈവിട്ടപ്പോൾ അവസാനം ഉസ്താദ് ആത്മഹത്യയിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാലോ എന്റെ സാലറി എത്രയാണെന്ന്. വെറും 11,000 രൂപക്കാണ് ഉസ്താദ് സാലറി എടുത്ത്. നിങ്ങളൊന്ന് കൂട്ടി നോക്കുക. മുസ്ലിമെ, നീ ഒന്ന് ചിന്തിക്കുക, നിന്റെ നഫ്സിനോട് നീ ഒന്ന് ചോദിക്കുക. ഈ 11,000 രൂപ ഈ ലോകത്തുള്ള എല്ലാ സ്ഥലത്തും, ഹോസ്പിറ്റലാവട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാവട്ടെ, അതുപോലെ തന്നെ കോളേജുകളാവട്ടെ, ഏത് മേഖലയും, പച്ചക്കറികളാണെങ്കിലും ഇന്ധനങ്ങളാണെങ്കിലും പെട്രോൾ ആണെങ്കിലും എല്ലാത്തിനും വില കൂടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെറും 11,000 രൂപ കൊണ്ട് എങ്ങനെയാണ് ഉസ്താദുമാര് ജീവിക്കുക? ബംഗാളിക്ക് സാലറി കൂടി, തമേന് സാലറി കൂടി, വേണ്ട എല്ലാവർക്കും സാലറി കൂടിയിട്ടുണ്ട്. ഇന്നും മാറാത്ത ഒരേ ഒരു സംഭവം ഉസ്താദുമാരുടെ സാലറിയാണ്. ഒരു പാനിപൂരി വിൽക്കുന്നവനിക്ക് ഡെയിലി 700 കിട്ടുമെങ്കിൽ എന്റെ ഉസ്താദുമാർക്ക് മാത്രം സാലറി കുറയുന്നു? ചോദിച്ചാൽ പറയൽ എന്താന്ന് പറയാ, ബറക്കത്തുണ്ട് എന്ന്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട മുസ്ലിമെ, എന്ത് ബറക്കത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉസ്താദുമാർക്ക് ജീവിതമല്ലേ, അവർക്ക് കുടുംബല്ലേ, അവർക്ക് വീട് വെക്കണ്ടേ, അവർക്ക് മക്കളെ പോറ്റണ്ടേ, അവരെ മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടണ്ടേ? എന്തിനാണ് ഈ കണ്ണിച്ചോറില്ലായ്മ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് ഓരോ മുസ്ലിമും നിങ്ങൾ നഫ്സിനോട്, നിങ്ങൾ ഹൃദയത്തോട് ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? എന്റെ മഹല്ലില്, എന്റെ നാട്ടില്, എന്റെ ഉസ്താദുമാർക്ക്, എന്റെ മക്കളെ പഠിപ്പിക്കുന്ന, എനിക്ക് ഇമാം എന്നത് തരുന്ന ഈ ഉസ്താദുമാർക്ക് എത്രയാണ് സാലറി? നിങ്ങൾ പല ആൾക്കാരും പറയാറുണ്ട്, പല പണിക്കും പോയിക്കൂടെ, കുടുംബം നോക്കിക്കൂടെ എന്ന്. ഒരു പണിക്കും പോവാൻ കഴിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ പറഞ്ഞ പേരിലാണ് ഓരോ നാട്ടിലും നിന്ന് നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്. ആ സേവനം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണിയാണ് സാലറി കൂട്ടുക എന്നത്. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് എത്രയോ സംഘടനകളുണ്ട്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആയിരക്കണക്കിന് സംഘടനകളില്ലയോ? ഒരു സംഘടന പോലും എന്തുകൊണ്ടാണ് ഉസ്താദുമാരുടെ സാലറിയുടെ കാര്യത്തിൽ സംസാരിക്കാത്തത്? എത്രയോ ആയി ഞാൻ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് സംഘടനകൾ ഇതിനു വേണ്ടി സംസാരിക്കാത്തതെന്നും. ഞാൻ പറയട്ടെ, നമുക്കൊരു സംഘടനയെ തുടരണം, ഇതിലൊരു മാറ്റം വരുത്തണം. ഉസ്താദുമാരുടെ കണ്ണീരിന് നമ്മൾ അറുതി വരുത്തിയേ മതിയാവുകയുള്ളൂ. സ്വന്തത്തോട് ചോദിക്കുക, തിരിച്ചറിയുക മുസ്ലിമെ, എന്നോട് കൂടെ ഒപ്പം നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യേ, നമുക്കൊരു സംഘടനയെ മുന്നേറാം ഇൻഷാ അല്ലാഹ്.